ബാർക്കോഴ വിവാദങ്ങൾക്കിടെ സർക്കാരിനെതിരായ തുടർ പ്രതിരോധ പരിപാടികൾ ചർച്ച ചെയ്യാൻ യുഡിഎഫ് ഏകോപന സമിതി യോഗം 10:30 ചേരും. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിൽ ചേരുന്ന യോഗത്തിൽ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ ഉൾപ്പെടെ മുഴുവൻ ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കും. കെ സുധാകരൻ കെപിസിസി അധ്യക്ഷന്റെ ചുമതല ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമം ലീഗ് ഉൾപ്പെടെ കക്ഷികളിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് സൂചന. ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി. ഡാൻ, വലിയൊരു ആയുധമാണ് പ്രതിപക്ഷത്തിന്റെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ടാം ബാർക്കോഴ വിവാദം എന്ന് പറയുമ്പോൾ അതേ നാണയത്തിൽ മറുപടി നൽകാനുള്ള ഒരവസരം അത് കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഇന്ന് ഏകോപന സമിതിയിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന അജണ്ട? തീർച്ചയായിട്ടും. അതായത് ആദ്യ പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്, LDF-ന് വലിയ വിജയം നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് അന്ന് KM മാണി ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടായ ബാർക്കോഴ വിവാദമാണ്. അതേ ബാർക്കോഴ വിവാദം വീണ്ടും LDF സർക്കാരിനെതിരെ അടിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ന് UDF-ന്റെ ഏകോപന സമിതി യോഗം അടിയന്തരമായി ചേരുന്നത്. KPCC അധ്യക്ഷൻ ഇന്നലെ കണ്ണൂരിലേക്ക് ഔദ്യോഗിക പരിപാടികളുമായി ബന്ധപ്പെട്ട് പോകാനിരുന്നതായിരുന്നു. എന്നാൽ ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തോട് ഇവിടെ തുടരണമെന്ന നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് രാവിലെ ഈ കന്റോൺമെന്റ് ഹൌസിൽ നടക്കുന്ന UDF ഏകോപന സമിതി യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം കണ്ണൂരിലേക്ക് പോകാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. രാവിലെ 10:30 കെ സുധാകരന്റെ കൂടി ഈ സൌകര്യം കണക്കിലെടുത്താണ് യോഗം അല്പം നേരത്തെ ചേരുന്നത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും എല്ലാ ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കും. പ്രധാനമായും ഈ സമര പരിപാടികൾ, ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധ പരിപാടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ കൂടിയാലോചന ഉണ്ടാകും. വരുന്ന ജൂൺ 10-ാം തീയതി മുതൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായി സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കടുപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് UDF-ന്റെ ഏകോപന സമിതി യോഗം ചേരുന്നത്. അതോടൊപ്പം പുറത്തു വന്ന ബാർ ഭാരവാഹിയുടെ ഈ ശബ്ദ സന്ദേശത്തിന് പുറമെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ, അതായത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പ്രതിപക്ഷത്തിന് ലഭിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും രഹസ്യമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ലഭിച്ചിരിക്കുന്ന ആയുധം എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുന്നതിന്റെ സമര പരിപാടികൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ 10:30 കന്റോൺമെന്റ് ഹൌസിൽ യോഗം ചേരുക. അശ്വതി, ശരി ഡാൻ, എന്തായാലും വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.